കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത പരാമർശത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ്. പി സന്തോഷ് കുമാർ MP-യാണ് നോട്ടീസ് നൽകിയത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്നും തുടരും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്ര ബജറ്റിലും ഇന്ന് ചർച്ച ആരംഭിക്കും. ഇപ്പോൾ വിശദാംശങ്ങളുമായി സിബിയാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. സിബി, ഇന്നലെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ശക്തമായ വിമർശനങ്ങൾ. കേന്ദ്ര സർക്കാർ, കേരളത്തിനുള്ള കേന്ദ്ര മന്ത്രിമാർ ഒക്കെ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്ന ഘട്ടത്തിലാണ് നിലവിട്ട് പെരുമാറിയത് കേന്ദ്ര സഹമന്ത്രി. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായി മാറി. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇനി നോട്ടീസിന് ആധാരമായ വിഷയം. അതായത് ഈ പറഞ്ഞതുപോലെ ഉന്നത കുലജാത പരാമർശമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട അടക്കം സഭയിൽ, രാജ്യസഭയിലാകട്ടെ ലോക്സഭയിലാവട്ടെ? ശരത്ത്, ഇന്നിപ്പോൾ രാജ്യസഭയിലാണ് പി സന്തോഷ് കുമാർ MP ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചട്ടം 267 പ്രകാരം ഈ സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത എന്ന പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇത് ദളിത് വിഭാഗത്തെയും ആദിവാസി വിഭാഗത്തെയും അവഹേളിക്കുന്ന ഒരു പരാമർശമാണെന്നും ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ഇപ്പോൾ പി സന്തോഷ് കുമാർ MP നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്നിപ്പോൾ പാർലമെന്റിലും വലിയ പ്രതിഷേധമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പി സന്തോഷ് കുമാർ MP ഇപ്പോൾ രാജ്യസഭയിൽ ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകി കഴിഞ്ഞു. എന്തായാലും ഇന്നും ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പ്രധാനമായും ലോക്സഭയിൽ ഉണ്ടാകുന്നത് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചകളായിരിക്കും. ഇന്നും നാളെയുമാണ് ചർച്ച. വ്യാഴാഴ്ച മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ബജറ്റ് സമ്മേളനം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഒന്ന്, കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി വന്നാൽ, സിബി, രാജ്യസഭയിലേക്ക് വന്ന നോട്ടീസ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. അത് ആ പദവി കൈയാളുന്ന ആൾ എന്നുള്ള നിലയിൽ, MP എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതുപോലെയുള്ള വളരെ ഗുരുതരമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ സന്തോഷ് കുമാറിൻ്റെ നോട്ടീസ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായും പി സന്തോഷ് കുമാർ നൽകിയ നോട്ടീസിൽ പറയുന്നത് ഈ ഉന്നത കുല ജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്താലേ അവരുടെ ഉന്നമനം സാധ്യമാകൂ എന്ന നോട്ടീസ്. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേന്ദ്രമന്ത്രിയുടെ ഈ പരാമർശം അത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ദളിത് ആദിവാസി വിഭാഗങ്ങളെ അവഹേളിക്കുന്ന പരാമർശമാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായത്. ഇത്തരമൊരു പരാമർശം അങ്ങേയറ്റം അപലപനീയമാണ്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചട്ടം 267 പ്രകാരം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, ഇതിൽ ഇന്നലെ സുരേഷ് ഗോപി നടത്തിയ പരാമർശം ഇത്തരത്തിൽ ഒരു ഉന്നത കുല ജാതർ ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു. ഇത് തൻ്റെ ആഗ്രഹമാണെന്നും തൻ്റെ സ്വപ്നമാണെന്നും താൻ നരേന്ദ്രമോദി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യസഭയിൽ ഇടത് MP-മാർക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ ഈ സമീപനത്തിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനം, ആ എതിർപ്പ് തന്നെയാണ് ജനാധിപത്യപരമായി പാർലമെൻറ്റ് നടപടിക്രമങ്ങളുടെ ചട്ടമനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ഈ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഈ വിഷയത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നത്. ലോക്സഭയിൽ 18 UDF MP-മാരാണ്. അവരുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ നിന്നുള്ള ഈ സഹമന്ത്രി അത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അത് ഏത് നിലയിലാണ് അവർ ലോക്സഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ പോകുന്നത്? എന്തെങ്കിലും നീക്കമുണ്ടോ? എന്തായാലും ലോക്സഭയിൽ ഇതുവരെയും ഒരു നോട്ടീസ് നൽകിയിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ UDF MP-മാർ എത്തുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുക എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് മുസ്ലിം ലീഗ് MP-മാർ നൽകിയിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു JPC റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാത്രമാണ് ലോക്സഭയിൽ നിന്നും കേരളത്തിലുള്ള MP-മാർ ഇപ്പോൾ ഇതുവരെയും നൽകിയിട്ടുള്ളത്. എന്നാലും സുരേഷ് ഗോപി വിഷയത്തിലൊരു നോട്ടീസ് നൽകിയിട്ടില്ല. ഇപ്പോൾ ഇടതുപക്ഷക്കാരനായ അല്ലെങ്കിൽ CPI-യുടെ MP ആയ സന്തോഷ് കുമാറാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ ഇതുവരെയും നോട്ടീസ് ഈ കേരളത്തിലെ MP-മാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ കേരളം അത് വളരെ ആശ്ചര്യകരമായ ഒരു സംഗതി കൂടിയാണ്.
കാരണം കേരളം അത്രമേൽ ശക്തമായി തന്നെയാണ് ആ നിലപാടുകളോട് വിയോജിച്ചിട്ടുള്ളത്. അത് തരംതാണതാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. മനുസ്മൃതി വാദത്തെ പിൻപറ്റിക്കൊണ്ടൊരു കേന്ദ്രമന്ത്രി അത്രമേൽ വർഗീയമായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ജാതി ബോധത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ വളരെ ശക്തമായി ചൂണ്ടിക്കാട്ടി പഠിപ്പിച്ചും വിശദീകരിച്ചും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും നേരെ വിമർശനം ഉന്നയിച്ച് കേരളം നിൽക്കുമ്പോൾ അതിനോട് രാഷ്ട്രീയമായി തങ്ങളിലെ പാർലമെൻറ്റ് അംഗം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയ ഈ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന UDF MP-മാർക്ക് അവരുടെ രാഷ്ട്രീയത്തിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സിബി, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അങ്ങനെ സഭയിൽ MP-മാർ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ ചില നീക്കങ്ങൾ നടത്തിയാൽ അന്നത്തെ സഭാ നടപടികളിൽ എടുക്കാൻ പോകുന്ന നടപടികൾ, ഇടപെടലുകൾ, മുമ്പ് പറഞ്ഞ പോലെ അടിയന്തര പ്രമേയ നോട്ടീസാകാം, അല്ലെങ്കിൽ ഇതൊക്കെ രാവിലെ നമ്മൾ അറിയുന്നൊരു സമയമായിട്ടില്ലേ? ബാക്കിയെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സിബി ഇപ്പോൾ പറഞ്ഞതുപോലെ സന്തോഷ് കുമാർ MP-യുടെ രാജ്യസഭയിലെ നോട്ടീസ് സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ഇത് ശരിയായി പിന്തുടരാവുന്ന ഒരു രീതിയാണോ എന്ന ചോദ്യം സമാധാനം കേന്ദ്ര സർക്കാർ പറയണം. സ്വാഭാവികമായും സഭാധ്യക്ഷൻ്റെ, രാജ്യസഭാ അധ്യക്ഷൻ്റെയൊക്കെ നിലപാട് ഇതിൽ നിർണായകമാകും. അതിനെ എൻഗേജ് ചെയ്യിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അപ്പുറത്ത് ലോക്സഭയിലേക്ക് ഈ വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിടേക്ക് പോയിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള, ലോക്സഭാംഗങ്ങളായിട്ടുള്ള ഈ UDF MP-മാർ ലോക്സഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ ഒരു ആലോചനയും ഒരു താല്പര്യവും ഈ നേരം വരെ കാട്ടിയിട്ടില്ല എന്നാണ് ഏതാണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ലീഗ് MP-മാരുടെ ഇന്നത്തെ നീക്കത്തെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെ നീക്കം കിട്ടിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് വന്നാൽ അതിനർത്ഥം ഒരു കാര്യവും ഒരു നീക്കവും ഈ നേരം വരെ നടത്തിയിട്ടില്ല എന്നല്ലേ? തീർച്ചയായും ശരത്ത്, ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ട്രൈബൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ജാർഖണ്ഡിൽ നിന്നുള്ളൊരു മന്ത്രി കൂടിയാണ്, ട്രൈബൽ വിഭാഗത്തിലുള്ള മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ പോലും അവഹേളിക്കുന്ന പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ ഒരു പരാമർശം, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരായ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അത് വലിയ രീതിയിൽ BJP വലിയ രീതിയിൽ വിവാദ വിഷയമാക്കുകയും പ്രചരണ വിഷയമാക്കുകയും, മാത്രമല്ല ഇതിൽ ഈ സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നു. അത് ദില്ലി തെരഞ്ഞെടുപ്പ് പോലും നരേന്ദ്രമോദി അത് പ്രചരണ ആയുധമാക്കി മാറ്റി. രാഷ്ട്രപതി ഭവനിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ കുറിപ്പ് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിലും വളരെ ഗ്രാവിറ്റിയുള്ള ഒരു പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നിട്ട് പോലും കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു സമീപനം ഇതിൽ ഏറെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ഈ ട്രൈബൽ വിഭാഗത്തിൽ, അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗത്തെ അടക്കി ഭരിക്കാൻ വേണ്ടി ഉന്നത കുലജാതക്കാരായി ഞങ്ങൾ തന്നെ വരണം എന്ന് ഈ സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇത് സംസ്ഥാന തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ദേശീയ തലത്തിലേക്ക് മാറേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തെ ആകെ അപമാനിക്കുന്ന ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെയും കേരളത്തിലെ UDF MP-മാരിൽ നിന്നും ഇത്തരത്തിലൊരു നോട്ടീസോ മറ്റോ ഒരു നീക്കമോ നൽകിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ശരത്ത്. ശരി സിബി പറഞ്ഞതുപോലെ രാജ്യസഭയിൽ സന്തോഷ് കുമാർ MP ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ, കേന്ദ്ര സഹമന്ത്രിയുടെ ഈ വിധം ഭരണഘടനാ വിരുദ്ധം, സത്യപ്രതിജ്ഞാ ലംഘനം, ജനാധിപത്യ വിരുദ്ധം ആയിട്ടുള്ള ഒരു സമീപനത്തിനെതിരെ ആ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് കൊടുക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാകുമ്പോൾ തന്നെ അത്രമേൽ പ്രാധാന്യമുള്ളത് തന്നെയാണ് ലോക്സഭയിലേക്ക് ലോക്സഭാംഗങ്ങളായിട്ടുള്ള UDF അംഗങ്ങളും മറ്റും ഈ വിഷയത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല. രാജ്യസഭയിലെ സന്തോഷ് കുമാറിൻ്റെ നീക്കം എന്നുള്ളത് ഇടതുപക്ഷം എത്രമാത്രം ശക്തമായി ഈ പ്രശ്നത്തെ, ഈ സമീപനത്തെ, ഈ വിചിത്രവാദത്തെ, അല്ലെങ്കിൽ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, തൃശ്ശൂരിൻ്റെ ലോക്സഭാ അംഗം, അതിനെതിരെ രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ സഭയ്ക്കുള്ളിലേക്ക് എത്തിക്കുക, ശക്തമായി അതിനോട് വിയോജിക്കുക, പ്രതിഷേധിക്കുക എന്നുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ നോട്ടീസിലൂടെ, രാജ്യസഭയിലെ നോട്ടീസിലൂടെ വെളിവാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലോക്സഭയിൽ എന്താണ് കേരളത്തിലെ UDF MP-മാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതുവരെ വന്ന വിവരങ്ങളനുസരിച്ച് അത്തരം ഒരു നീക്കവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതും ഇത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ഗൗരവമായ സംഗതി തന്നെയാണ്. ഇപ്പോൾ സിബിയാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.